ഞാൻ കലാമണ്ഡലത്തിൽ 2 കൊല്ലം ബോർഡിലിരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അവിടുത്തെ പല ടീച്ചേഴ്സും എന്നോട് പറഞ്ഞ എന്താ അറിയോ, ഞാൻ അവരുടെ മുകളിൽ നിൽക്കുന്ന ഒരു പോസ്റ്റിലിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കണം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് ടീച്ചറെ എനിക്ക് പഠിപ്പിക്കാനൊന്നും അത്ര താല്പര്യമില്ല, അത് പ്രോഗ്രാം ചെയ്യാനാണ് താല്പര്യം. ഈ ഗുരു പറയാ എന്നോട് പറഞ്ഞതാ. ഒരു കുട്ടി അവിടെ ടീച്ചർ ഡോക്ടറേറ്റ് കിട്ടി അവിടെ ടീച്ചറായിട്ടിരിക്കുക കുട്ടി. അപ്പോൾ ഇതാണ് ഗുരുക്കന്മാർ. കുട്ടികൾക്ക് നല്ല രീതിയിൽ വല്ലതും കിട്ടും. പിന്നെ മനസ്സിൽ ഇതാണ് പഠിപ്പിക്കാൻ താല്പര്യമില്ല. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാനൊരു അക്കാഡമിയിലെ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ പഠിപ്പിച്ചാണ്ടല്ല, ഞാൻ ആ അട്ടപടലം റെഡിയാക്കി വിടും. അല്ലെങ്കിൽ എല്ലാം ഒരു കുട്ടി അവിടെ നിന്ന് പഠിച്ച് ഈ സ്ഥാപനങ്ങളിലെല്ലാം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഒരു ക്ലാസ് ഇടാനും ഉപജീവനത്തിനും വേണ്ടിയിട്ടാണ്, വെറുതെ പഠിക്കണമല്ല. അങ്ങനെയല്ലേ കുട്ടികൾ സ്കൂളും കോളേജും ഒന്നും ഇല്ലാതെയൊക്കെ അങ്ങോട്ട്. ഇപ്പോൾ അവിടെ സ്കൂളും കോളേജൊക്കെ ഉണ്ട്. അതെന്നാലും നമ്മളിപ്പോൾ പുറത്ത് പഠിക്കുന്നത് പോലെയുള്ള ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴേ. അപ്പോൾ അങ്ങനത്തെ ടീച്ചേഴ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഗുണമില്ല. ഇങ്ങനെയുള്ള പിന്നെ അവിടെ പഠിച്ചിറങ്ങുന്ന ഈ ഗുരുക്കന്മാർ പഠിപ്പിച്ചിറങ്ങുന്ന കുട്ടികൾ പുറത്ത് വന്നിട്ട് ഗുരുക്കന്മാരാവുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ വരുമ്പോഴാണ് ഇതുപോലെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ കുട്ടികൾ കളിക്കുന്നത്.